അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിന്ന് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. എഗെയിൻ ഈ ആഴ്ച വീണ്ടും നമ്മൾ നാട്ടിൽ പോവാണ്. ഒരു കല്യാണം ഉറപ്പിക്കലുണ്ട്, അപ്പോൾ അതിന് പോവാണ് കേട്ടോ. അപ്പോൾ ആകാശം കണ്ടോ, നല്ല ചെമ്മാനം പൂത്തിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ ചെമ്മാനം പൂത്ത നമ്മുടെ മുഖത്ത് വരെ ഒരു ചുവപ്പ് കളറായിരിക്കും. മഴയും പെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു വലിയ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറാണ് നമ്മൾ ബ്ലോക്കിൽ കിടന്നത്. അങ്ങനെ ഒരു 10 മണിക്ക് മേലെയായിട്ടോ വാളയാർ ചെക്ക് പോസ്റ്റ് കടക്കുമ്പോൾ 10 മണിയായി. പിന്നെ നല്ല ഭംഗിയുള്ള റോഡായിരുന്നു. റോഡ് ഫ്രീ ആയതുകൊണ്ട് കുറേ നേരം ഞാനാണ് ഡ്രൈവ് ചെയ്തത്. അതുകൊണ്ടാണ് തോന്നുന്നു നമ്മൾ വീട് എത്തുമ്പോഴത്തേനും 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട് എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അടുത്തടുത്താണ് അമ്പലവും പള്ളി. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ അനിയത്തിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഞങ്ങളെ കാത്തിരിക്കുകയാണ്. ഇത്രയും സമയത്ത് ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അച്ചുക്കുട്ടനാണെന്നുണ്ടെങ്കിൽ വാത്തുക്കുട്ടീനെ കണ്ടതും തുടങ്ങിയ അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഉമ്മയും നാത്തൂനും ഒക്കെ കൂടിയിട്ട്, പിന്നെ അനിയത്തി അവളെ പറയാതിരുന്ന അവൾക്ക് സങ്കടാവില്ലേ, ഞങ്ങൾ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും പിന്നെ കറിയും ഇറച്ചിക്കറിയും മീൻകറിയും ചോറെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ എങ്ങനെ കഴിക്കുന്ന അറിയില്ല. പിന്നെ സ്പെഷ്യലായിട്ട് അനിയത്തി എനിക്ക് പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനും പാത്തുക്കുട്ടി വാപ്പിയൊന്നും സദ്യ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ രാത്രി പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങി. ഫുഡൊക്കെ കഴിച്ച് നല്ല മത്ത് പിടിച്ച് കിടന്നുറങ്ങി. രാവിലെ എണീച്ച് എനിക്ക് നാട്ടിൽ വന്ന ഉടനെ എൻ്റെ തൊടിയും ഒക്കെ പറമ്പൊക്കെ കാണണം. അപ്പോൾ കാണാൻ വേണ്ടി പോയപ്പോൾ 2-3 ദിവസം മഴ മാറി നിൽക്കുമ്പോഴത്തേനും വെള്ളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കിണറ്റിൽ, അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. പിന്നെ ഇതൊരു വെറ്റില കൂടിയാണ് കേട്ടോ. അപ്പോൾ എവിടെ നിന്നോ ഒരു കഷ്ണം കൊണ്ടുവച്ചത്. അപ്പോൾ തെങ്ങ് മുഴുവൻ കയറി നിലത്ത് മുഴുവൻ പടർന്നു. പിന്നെ ഇത് അനിയത്തി അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കുറച്ച് പാഷൻ ഫ്രൂട്ട് കേട്ടോ. നല്ല നാടൻ പാഷൻ ഫ്രൂട്ടാണ്. കുറേ നാളായി ഇതൊക്കെ കഴിച്ചിട്ട്. വെയിലുള്ളത് കാരണം അപ്പോൾ കുറച്ച് ഷീറ്റൊക്കെ എടുത്ത് പുറത്തിടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂട്ടി അതിശയത്തോടെ നോക്കുകയാണ്. പിന്നെ തൊടിയിൽ നമ്മുടെ വിയറ്റ്നാം ചാക്കിൽ വീണ്ടും കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കളയണം നമ്മൾ പറയണ്ടായിരുന്നു. ഒരുപാടുണ്ടെങ്കിൽ പിന്നെ എല്ലാം നശിച്ചു പോകും. പിന്നെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷാവുലോ അപ്പോൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ. എപ്പോഴും ഷാവുലൊക്കെ വരുമ്പോൾ മീൻ കിട്ടാറുണ്ട്. പക്ഷെ എനിക്ക് മാത്രം മീൻ കിട്ടാറില്ല. ഞാൻ എപ്പോഴും പരാതി പറയാറുണ്ട്. അപ്പോൾ ഇന്ന് എന്നെ കണ്ടതും ഇന്നാ നിനക്ക് മീനെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മൾ ഷാവുലിക്കാൻ്റെ അടുത്ത് മാത്രമേ ഞങ്ങൾ വർഷങ്ങളായിട്ട് മീൻ വാങ്ങാറുള്ളൂ. നമ്മൾക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും കേട്ടോ. ചെറിയ പൈസ കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി 200 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഷാവുലിക്കാനെ കാണണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ. അങ്ങനെ പിള്ളേർക്കൊക്കെ ഡെയിലി മീൻ കൊടുക്കാറുണ്ട്. അപ്പോൾ പാത്തുക്കുട്ടിയും കുഞ്ഞാപ്പിയൊക്കെ എക്സ്ട്രാ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ നേരാക്കി കുളിച്ച് റെഡിയായി കല്യാണത്തിന് പോകണം. ബാക്കി വിശേഷങ്ങൾ